വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാം. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ 2 കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള രീതിയിലാണ് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ആവുമ്പം നമുക്ക് കുറച്ച് അളവ് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ്, 2 ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസിന് ആവശ്യമുള്ള ഉപ്പ് വേണം. ഒരു പച്ചമുളക് അരയ്ക്കുകയോ ഇങ്ങനെ കീറിയിടുകയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അതിനകത്ത് ഇടുന്നേ ഉള്ളൂ, അധികം എരിവ് വരാതിരിക്കാനായിട്ട്. പിന്നെ ഹോൾ മസാലയായ പട്ട, ഗ്രാമ്പു, ഏലക്ക എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 3 പുതിനയില. ഇത് അരച്ചൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഈ അളവ് റൈസിന് 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് അരിക്ക് നമുക്ക് വേണ്ടത് 1.5 കപ്പ് വെള്ളമാണ്. ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 3/4 കപ്പ് വെള്ളം വേണ്ടി വരും. ഈ റൈസ് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഒരു പ്രഷർ കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പം നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, അരി എന്നിവ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമുക്ക് റൈസിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത്, സൈഡിൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ അകത്താക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സ്റ്റീം എല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റീം എല്ലാം മാറിയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ പുലാവാണ്. കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ പപ്പടമോ സാലഡോ ചിപ്സോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.